ഇസ്രായേൽ എംബസിക്ക് സമീപത്തെ സ്ഫോടനത്തിൽ 11 പേരെ ചോദ്യം ചെയ്തു. സ്ഫോടനത്തിന് തൊട്ടുമുൻപ് പ്രദേശത്തുണ്ടായിരുന്നവരുടെ പട്ടിക തയ്യാറാക്കിയാണ് ചോദ്യം ചെയ്യൽ. സംഭവത്തിൽ ഇതുവരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല. നിതിൻ അംബുജൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ഡൽഹിയിൽ നിന്ന്. നിതിൻ, ഇപ്പോഴും അന്വേഷണ സംഘത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ഒരു തുമ്പും കിട്ടിയിട്ടില്ല എന്നല്ലേ? വേണു, അങ്ങനെ തന്നെയാണ്. സ്ഫോടനം നടന്ന ഏതാണ്ട് 3 ദിവസം കഴിഞ്ഞിട്ടും പ്രതികൾ ഇപ്പോഴും കാണാമറയത്താണ്. പോലീസിന് കാര്യമായ തെളിവുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. തീവ്രത കുറഞ്ഞ ഒരു പൊട്ടിത്തെറിയാണ് ചൊവ്വാഴ്ച വൈകിട്ട് ഉണ്ടായതെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ചും കൂടാതെ സിം കാർഡ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം മുന്നോട്ട് പോകുന്നു. ഈ സ്ഫോടനം നടക്കുമ്പോൾ പരിസരത്തുണ്ടായ ആളുകളെ കേന്ദ്രീകരിച്ചുള്ള ഒരു ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. ഏതാണ്ട് 11 പേരെ ചോദ്യം ചെയ്തതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CCTVയിൽ നിന്നും അതോടൊപ്പം തന്നെ സിം കാർഡ് കേന്ദ്രീകരിച്ചും നടത്തിയ അന്വേഷണത്തിൽ നിന്നാണ് ഏതാണ്ട് 12 പേരെ ഇപ്പോൾ 11 പേരെ ഇതിനും തന്നെ ചോദ്യം ചെയ്തിരിക്കുന്നത്. അതേസമയം തന്നെ ഈ സ്ഫോടനത്തിൽ ഒരു അന്തർ സംസ്ഥാന ബന്ധം ഉണ്ട് എന്നൊരു വിലയിരുത്തലാണ് ഇപ്പോൾ അന്വേഷണ സംഘമുള്ളത്. കാരണം ഹിന്ദി സംസാരിക്കാൻ അറിയാത്ത ആളുകളാകാം ഇത്തരമൊരു സ്ഫോടനം നടത്തിയ സംശയമാണ് പോലീസ് പ്രകടിപ്പിക്കുന്നത്. മാത്രമല്ല, ജാമ്യ നഗർ മെട്രോ സ്റ്റേഷനിൽ ഓട്ടോയിൽ വന്ന സംഘമാകാം ഈ ഒരു സ്ഫോടനത്തിന് പിന്നിലെന്ന സംശയത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അതുകൊണ്ട് കൂടുതൽ CCTV ദൃശ്യങ്ങൾ ക്യാമറകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, ഫോറൻസിക് റിപ്പോർട്ട് ഇന്നൊരു പക്ഷേ വരും. അതിനുശേഷം മാത്രമേ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയുള്ളൂ. എന്തായാലും അന്വേഷണം മുന്നോട്ട് പോകുന്നു. മറ്റ് കൂടുതൽ വിശദാംശങ്ങൾ ഇതുവരെ പോലീസ് പങ്കുവച്ചിട്ടില്ല. വൈകാതെ പ്രതികളെ പിടികൂടാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഈ ഘട്ടത്തിൽ പോലീസ് അറിയിക്കുന്നത്. നിതിൻ, കഴിഞ്ഞ ദിവസം ഈ CCTV ദൃശ്യങ്ങളിൽ വന്ന 2 പേരെ പറ്റിയുള്ള അന്വേഷണവും ഉണ്ടായിരുന്നു. അതെവിടെയും എത്തിയില്ല എന്നാണോ? വേണു, ഇതുവരെ ആ ഒരു അന്വേഷണം പോലീസ് എവിടെയും എത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം പ്രതികളെന്ന് സംശയിക്കുന്ന 2 പേർ ഇവർ എവിടെ നിന്ന് വന്നു, ഇതിനുശേഷം എങ്ങോട്ടേക്ക് പോയി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് അന്വേഷിച്ച് വരികയാണ്. എന്തായാലും ഇതുവരെ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ പോലീസിന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ പോലീസിന്റെ ഭാഗത്തുള്ള പ്രതികരണവും കഴിഞ്ഞ ദിവസവും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. വൈകാതെ തന്നെ പോലീസ് ഇപ്പോൾ ഈ ഒരു ഫോറൻസിക് റിപ്പോർട്ട് വന്ന ശേഷം കേസ് രജിസ്റ്റർ ചെയ്യും. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് കേസിന്റെ ഇപ്പോഴത്തെ തത്സമയ വിവരങ്ങൾ പങ്കുവയ്ക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.